ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കിന്ന് ഫിഷ് മോളി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാൻ ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ തന്നെ വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പകുതി ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ട് നല്ല പോലെ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മസാലയിലേക്ക് നമ്മളുടെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ എല്ലാത്തിലും ഇതേപോലെ മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു നാളികേരത്തിൻ്റെ 1/4 പാലും 2/2 പാലും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള കട്ടി കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 4 ഏലക്കായ, 2 കഷ്ണം പട്ട, പിന്നെ ഗ്രാമ്പൂ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ മീൻ ഇതുപോലെ എല്ലാനും നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് മൊരിയിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. നമുക്കതൊന്ന് പകുതിയൊക്കെ ആയിന്ന് തോന്നുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നിങ്ങനെ വാടി വന്നാൽ മതി, ഭയങ്കരമായിട്ട് മൊരിയിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളുടെ മീൻ ആയി വന്നിട്ടുണ്ട്. ഞാനത് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു തവ അടപ്പത്ത് വെച്ചിട്ടേ നമ്മൾ ഈ മീൻ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയില്ലേ, അതിൽ നിന്ന് കുറച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ഏലക്കായയും കരയാമ്പൂവും പട്ടയും അതിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ കേട്ടോ. ചെറുതായിട്ട് ആയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ബ്രൗൺ കളറൊന്നും ആക്കി എടുക്കണ്ട. അതിൻ്റെയൊക്കെ ഒന്നൊരു പച്ചപ്പൊന്ന് പോയി ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. അപ്പോൾ അത് ഒരുവിധം ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സവാളയൊന്നും ഭയങ്കര ബ്രൗൺ കളറൊന്നും ആക്കി എടുക്കണ്ട. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. സവാളയും ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെയും ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പാലൊഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് യോജിപ്പിക്കണേ. പിന്നെ നമ്മളുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ല പോലെ തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച മീനുണ്ടല്ലോ, അത് ഇതുപോലെ എല്ലാതും കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ കുത്തി ഇങ്ങനെ ഇളക്കാനൊന്നും പാടില്ല. ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഞാൻ മൂടി വെച്ച് ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റി കുറുകി വരാനുണ്ട്. ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടക്കിട്ടൊന്ന് മൂടിയിട്ട് തുറന്നിട്ട് ഇളക്കി നോക്കണം കേട്ടോ. ഇളക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കുത്തി ഇളക്കല്ല, അങ്ങനെ ഒന്ന് ചുറ്റിച്ച് നോക്കണേ. അപ്പോൾ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടൊന്ന് അടച്ച് മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വറ്റി കുറുകി വരട്ടെ. അപ്പോൾ നല്ല പോലെ തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 1/4 പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 പാൽ ഒഴിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ തീ കുറച്ച് വെച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ഉപ്പും എരിവൊക്കെ നന്നായിട്ട് തന്നെ ആവശ്യത്തിനൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം.
എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് തന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.